അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ഐറ്റംസാണ്. അതിൻ്റെ പേര് ഷക്സൂക്ക എന്നാണ് പേര്, ഷക്സൂക്ക. അപ്പോൾ എന്താണെന്ന് നോക്കി നല്ല ഐറ്റംസാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് നമുക്ക് പത്തിരി, വെള്ളപ്പം, ദോശ, ചപ്പാത്തി ഞങ്ങൾ കഴിക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തേക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 3 മുട്ടയാണ് ചെയ്യുന്നത്. 3 മുട്ട എന്ന് വെച്ചാൽ 3 പേർക്ക് കഴിക്കാനുണ്ടാവും. ഇത് 3 മുട്ട, ഇത് 3 മുട്ട 3 പേർക്ക് കഴിക്കാനുണ്ടാവും. ഇത് ടൊമാറ്റോ, വലിയ ടൊമാറ്റോ, 2 പീസ് ടൊമാറ്റോ. സവാളയാണ്, സവാള വലുതാണെങ്കിൽ 2 പീസ് സവാള ചെറുതായി അരിഞ്ഞ് വെക്കുക. പിന്നെ 3 പച്ചമുളക്, ഇത്രയും മതി. 3 പച്ചമുളക്, ഇത്രയും ആവശ്യമുണ്ട് നമുക്ക്. അതിന് വേണ്ടത് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള ഈ അടുത്തുകൂടെ എണ്ണ ഇടാൻ പോകുന്നുണ്ട്. ഇതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം, കരിഞ്ഞ് പോയത്. അല്പം സാൾട്ട് ഇതിലിട്ട് വെച്ചാൽ ഈ സവാള പെട്ടെന്ന് ബോയിലായി കിട്ടും. അല്പം ഇതിലിടുന്നുണ്ട്, ബാക്കി നമുക്ക് മുട്ടയുടെ കൂടെ ഇടാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, മുട്ട റെഡിയാക്കി വെക്കാം. 3 മുട്ടയാണ് എടുത്തത്. അവിടുന്ന് പൊട്ടിച്ച മുട്ടൻ്റെ അകത്തുന്നുണ്ട്, കൂടി പോകണ്ട. സവാള ബോയിലായിട്ടുണ്ട്. ഒരു ഹാഫ് ബോയിലായാൽ മതി, ഫുള്ളായിട്ട് വേണ്ട. കരിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കണം. ടൊമാറ്റോ ഇടാൻ പോകുന്നുണ്ട്. ഇത് അല്പം മുളക് പൊടി ഇടുന്നു, കുറച്ച് മതി. മുളക് പൊടിയുടെ ആവശ്യമില്ല, പക്ഷേ അല്പം മുളക് പൊടി. പത്തിരി ദോശയൊക്കെ നമുക്ക് കുറച്ച് എരിവാണല്ലോ, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി അല്പം മതിയേ. പിന്നെ നമ്മളിതിൽ കുറച്ച് ചുടുവെള്ളം ഒഴിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാം, ടൊമാറ്റോ ശരിക്കും ബോയിലാവണം. ഒരു 1/4 ഗ്ലാസ് വെള്ളം. അപ്പം ശരിക്കും ബോയിലായതിന് ശേഷം പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം വേണം. 3 പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, ഇടാൻ പോകുന്നുണ്ട്. ഇത് 3 മുളകാണ്. ഇത് ശരിക്കും ബോയിലായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ റെഡിയാക്കിയ ശേഷം മുട്ട ഇതിൽ വയ്ക്കാൻ പോവാണ്. മുട്ട ഒരു ഭാഗത്ത് ഒഴിക്കരുത്, ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ചുറ്റോട് ചുറ്റിങ്ങനെ ഒഴിക്കണം. കുറച്ചൊന്ന് അടി പിടിക്കണം. ഒഴിച്ചപാട് ഇളക്കരുത്, അതാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. 2 മിനിറ്റ് അടി കുറച്ചൊന്ന് അടി പിടിക്കണം കേട്ടോ. ഇതേമാതിരി പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതായിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വെച്ചിക്കഴിഞ്ഞു.
ഇത് കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റംസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പാൻ ഓഫാക്കുകയാണ്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. റെഡിയായി. ഇത് ശരിക്കും 3 പേർക്ക് കഴിക്കാനുള്ള ഇങ്ങനെ പത്തിരി, ദോശ, വെള്ളപ്പം എന്ത് വേണം കഴിക്കാൻ പറ്റും. ഷുഗർ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.